ആക്ടിവിറ്റി കൊണ്ടിട്ട് പോകുന്ന ടൈമിൽ മസ്താനി മോശമായിട്ടുള്ള രീതിയിൽ അങ്ങനെ ടച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് യു ആർ സോറി ടു ഹർ ആഫ്റ്റർ ദാറ്റ്. ഡു യു തിങ്ക് ഇറ്റ്സ് റൈറ്റ്? സോറി പറഞ്ഞു, പക്ഷെ അതെനിക്ക് കുറച്ച് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് ഫീൽ ചെയ്തു. അയ്യോ, വീഴാൻ പോയപ്പോഴോ മനസ്സിലായില്ല എങ്ങനെയാ? യു ഡോണ്ട് ഇവൻ നോ. ഇന്നത്തെ കാര്യം റിമെമ്പർ ചെയ്യുന്നില്ല. സോ ഹി ഈസ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. സോഷ്യൽ മീഡിയയിലെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഡിസ്കഷൻ അതിലേക്ക് വരികയാണ്. അതിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം. ആ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്ക് പറയാനായിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ് വീഡിയോയുടെ ഉദ്ദേശം. ലക്ഷ്മി എന്ന കണ്ടസ്റ്റന്റ് ഈ പറഞ്ഞത് കേട്ട് നിങ്ങൾ ഞെട്ടൽ തോന്നിയോ? എങ്കിൽ ഞെട്ടേണ്ട ആവശ്യമില്ല. സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു കിടക്കുന്ന ഹോമോഫോബിക്സ് ആയ ഇൻസൽ കൂട്ടത്തിലെ ഒരു അംഗത്തിൽ നിന്ന് നിങ്ങൾ ഇതിൽ കൂടുതൽ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ബിഗ് ബോസ് എന്ന ഹൗസിലേക്ക് ലക്ഷ്മി എന്ന കണ്ടസ്റ്റന്റിന്റെ കടന്നുവരവ് തന്നെ LGBT വിരുദ്ധരുടെ പൂർണ്ണ പിന്തുണയോടെയായിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവർ ആദില നൂറ എന്ന സെയിം സെക്സ് കപ്പിളിനെതിരെ വിദ്വേഷ പരാമർശങ്ങൾ നടത്താൻ തുടങ്ങി. അല്ലെങ്കിൽ തന്നെ എത്ര നാളെന്ന് വെച്ചാൽ ഉള്ളിലെ വിഷം ഇങ്ങനെ പുറത്തു തുപ്പാതെ കടിച്ചു പിടിച്ച് നിൽക്കുന്നതല്ലേ. എന്നിങ്ങനെ പറഞ്ഞാണ് ലക്ഷ്മി ആദില നൂറ കപ്പിൾസിനെ അവിടെ അപമാനിച്ചത്. ഇതിൽ ഒറ്റപ്പെട്ട സംഭവമാണോ? ഒരിക്കലുമല്ല. ഇതിനു മുൻപും LGBT കമ്മ്യൂണിറ്റിക്കെതിരെ വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്ന ആൾക്കാരെ ബിഗ് ബോസ് ആ ഷോയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ സീസണിലെ അഭിഷേക് ശ്രീകുമാർ. LGBT കമ്മ്യൂണിറ്റിക്കെതിരെ വിദ്വേഷ പ്രചരണം സോഷ്യൽ മീഡിയ വഴി നടത്തിയെന്ന് സ്വന്തം അക്കൗണ്ട് വരെ അടിച്ചുപോയ ആളാണ്. അയാൾ വന്നുടനെ കമ്മ്യൂണിറ്റി അപമാനിച്ചു. ബിഗ് ബോസിന്റെ ഹോസ്റ്റ് ലാലേട്ടൻ ഇടപെട്ടു. അതിനുശേഷം അഭിഷേക് പ്ലേറ്റ് മാറ്റി. ഇവിടെ ബിഗ് ബോസ് ആ കാര്യത്തിൽ ഇടപെട്ടത് അവരുടെ ഉള്ളിൽ പുരോഗമനപരമായ ചിന്ത ഉള്ളതുകൊണ്ടല്ല. ഇവനൊക്കെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാണിക്കുന്നതും പറയുന്നതുമൊക്കെ ഒരു മെയിൻ സ്ട്രീം മീഡിയയിൽ വന്നാൽ ബിഗ് ബോസും ലാലേട്ടനും എല്ലാം കോടതി കയറേണ്ടി വരും. അത് ഭയന്നുണ്ടായ ഒരു കൗണ്ടർ, അത്രേ ഉള്ളൂ. ഈ അഭിഷേക് ശ്രീകുമാറിനെ ഇന്നലെ ബിഗ് ബോസിലേക്ക് വീണ്ടും കൊണ്ടുവന്ന സമയത്താണ് ലക്ഷ്മിയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു വിദ്വേഷ പരാമർശം പുറത്ത് ചാടിയത്. ഒരു ഇൻസലിനെ മറ്റൊരു ഇൻസലിനെ കാണുമ്പോൾ ധൈര്യം കിട്ടിയതായിരിക്കും അല്ലേ. ഇനി ബിഗ് ബോസിലേക്ക് മത്സരാർത്ഥികളെ സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അവർ ഹോമോഫോബിക് ആണോ അല്ലയോ എന്നറിയാനൊന്നും കഴിയില്ല എന്ന വാദമായിട്ടൊന്നും ആരും വരരുത്. കാരണം അതൊക്കെ വെള്ളം തൊടാതെ വിഴുങ്ങാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ആഴ്ച മോഹൻലാൽ പറഞ്ഞത് ബിഗ് ബോസ് ഒരു പുരോഗമനപരമായ പ്ലാറ്റ്ഫോം ആണെന്നാണ്. എന്നാൽ ഒരു വശത്ത് ഇൻക്ലൂസിവിറ്റിയെ കുറിച്ച് വാചാലരാവുകയും മറുവശത്ത് അവർക്കെതിരെ വിദ്വേഷ പ്രചരണം നടത്തുന്ന ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ഈ റിയാലിറ്റി ഷോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ടത് ഈ വിഷയത്തിൽ ഒരു കോൺട്രവേഴ്സി, ഒരു വഴക്കാണ്. അതിലൂടെ അവർക്ക് കൂടുതൽ കാഴ്ചക്കാരെ കിട്ടും, കൂടുതൽ പരസ്യ വരുമാനം ലഭിക്കും. ഇതിൽ കൂടുതൽ ഒന്നുമില്ല. പുറമെ പുരോഗമനപരമായ മുഖംമൂടി ഇടുകയും എന്നാൽ ലക്ഷ്യം ലാഭം മാത്രമാവുകയും ലാഭത്തിനുള്ള ഒരു മാർഗം എന്ന നിലയിൽ LGBTQ കമ്മ്യൂണിറ്റി അംഗങ്ങളെ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഈ കച്ചവട തന്ത്രത്തിന്റെ പേരാണ് പിങ്ക് വാഷിംഗ്. ബിഗ് ബോസ് ഇവിടെ ചെയ്യുന്നത് എന്താണ്? പിങ്ക് വാഷിംഗ് തന്നെയാണ് ചെയ്യുന്നത്. ഒരു യഥാർത്ഥ പുരോഗമന പ്ലാറ്റ്ഫോം ഒരിക്കലും വിദ്വേഷത്തിന് വഴിയൊരുക്കുകയില്ല. അങ്ങനെ ഒരു പുരോഗമന സ്പേസ് ആണെങ്കിൽ ലക്ഷ്മിയെ പോലെയുള്ള ആൾക്കാരെ അവർ വിദ്വേഷ പരാമർശം നടത്തുന്ന വേളയിൽ തന്നെ പുറത്താക്കാനുള്ള ധൈര്യം കാണിക്കും. ഇവർക്ക് വെറും കച്ചവടം മാത്രമാണ്. ലാഭം മാത്രം ലക്ഷ്യമിടുന്നവർക്ക് മാത്രമേ ഇത്തരം വൃത്തികേട് കാണിച്ച് സ്വയം പുരോഗമന മുഖമുടി ഇടാൻ കഴിയുകയുള്ളൂ. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അടക്കം ഈ വിഷയത്തെ ചൊല്ലി ബിഗ് ബോസിനും ഏഷ്യാനെറ്റും പ്രഷറുണ്ട്. ആ പ്രഷറിനെ കൗണ്ടർ ചെയ്യാൻ അവർ മാർഗവുമായിട്ട് ഉടനെ വരികയും ചെയ്യും. അതിൽ കൂടുതലൊന്നും ഇവിടെ സംഭവിക്കാനൊന്നും പോകുന്നില്ല. പിങ്ക് വാഷിംഗ്, ഇൻസൽ, നിങ്ങളിൽ ചില ആളുകളെങ്കിലും ഈ വാക്കുകൾ പുതുതായിട്ട് കേട്ടതായിരിക്കും. കൊള്ളാല്ലേ? നല്ല രസമുള്ള രണ്ട് വാക്കുകൾ. ഞാൻ കുറച്ച് കാലം മുന്നേ ഇതിനെക്കുറിച്ചിട്ട് മനസ്സിലാക്കിയതുകൊണ്ട് എനിക്കിപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് ചെറിയ രീതിയിൽ പറഞ്ഞു തരാനായിട്ടൊക്കെ പറ്റും. ഇൻസൽ എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു ജീവിതാവസ്ഥയാണ്. ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചു കഴിഞ്ഞാൽ കാണാൻ നല്ല ചേലാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ കണ്ട് ആസ്വദിക്കാൻ പറ്റും. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള ആളുകൾ ഇൻസൽ കൂട്ടങ്ങൾ ഇടുന്ന കമൻറ്റുകൾ മുഴുവൻ ഫ്രസ്ട്രേഷൻ നിറഞ്ഞതാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു ഇൻസലിൻ്റെ മനോവിചാരങ്ങൾ? ഒന്നുമില്ല, അദ്ദേഹത്തിന് മൊത്തത്തിൽ നിരാശയാണ്, അല്ലെങ്കിൽ അവന് മൊത്തത്തിൽ നിരാശയാണ്. നിരാശയുടെ കാരണം എന്താണ്? അതാണ് ഏറ്റവും വലിയ കോമഡി. ഇൻസലിൻ്റെ നിരാശയുടെ കാരണം അവൻ്റെ ജീവിതത്തിലെ അവൻ്റെ പ്രശ്നങ്ങളൊന്നും ആയിരിക്കില്ല, അല്ലെങ്കിൽ അവനായിട്ട് വരുത്തി വെച്ച എന്തെങ്കിലും തെറ്റുകളോ അല്ലെങ്കിൽ അവനായിട്ട് ജീവിതത്തിൽ കടന്നു പോകേണ്ട ഒരു ഫെയിലിയർ സിറ്റുവേഷനോ ഒന്നും ആയിരിക്കില്ല. അവൻ അങ്ങനെയൊന്നും വിചാരിക്കില്ല. അവനെപ്പോഴും വിചാരിക്കുന്നത് ഓപ്പോസിറ്റ് ജെൻഡറാണ് എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഇത്തരത്തിൽ മറ്റൊരു ജെൻഡറിനെ അല്ലെങ്കിൽ തന്നെ അല്ലാതെ തൻ്റെ ജെൻഡറിനെ അല്ലാതെ വേറൊന്നിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ആണുങ്ങളെ ഇൻസൽ എന്ന് വിളിക്കുന്ന സമയത്ത് പെണ്ണുങ്ങളെ ഫെംസൽ എന്നുള്ളതാണ് വിളിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോൺസെപ്റ്റിൻ്റെ ഒറിജിൻ ഒന്നും ഇങ്ങനെ ആയിരുന്നില്ല. അതിൻ്റെ ഒരു ഒറിജിനെ കുറിച്ചിട്ട് ChatGPT പറഞ്ഞ ഇങ്ങനെയാണ്. 1997 ഇത് നടക്കുന്നത്. ഒരു കനേഡിയൻ വിമൻ known only as Alana created a website called Alana's Involuntary Celibacy Project to share her difficulties in dating and connecting with others in similar situations. Alana's Involuntary Celibacy Project to share her difficulties in dating and connect with others in similar situations. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ഒരു കമ്മ്യൂണിറ്റി രൂപീകൃതമാവുകയാണ്. ആണുങ്ങൾക്ക്, പെണ്ണുങ്ങൾക്ക് കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന, നമ്മുടെ ഇടയിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു രീതിയുണ്ട്. ചിലർക്ക് ഓപ്പോസിറ്റ് ജെൻഡറിനോട് സംസാരിക്കാനായിട്ടോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ടോ ഇഷ്ടമുണ്ടെങ്കിലും അത് തുറന്ന് പറയാനായിട്ടോ ഉള്ള ഒരു ആവതൊന്നും ഉണ്ടായിരിക്കില്ല. അത് അവരുടെ കുഴപ്പമല്ല. അത് മേ ബി ഈ റീസൺസ് കൊണ്ടായിരിക്കാം. ഷൈനസ്, ചില ആളുകൾക്ക് നാണമാണ്. നാണം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. നമ്മൾ വളരെ കൊളോക്കിലായിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്നുണ്ടെങ്കിലും ചില ആളുകൾക്ക് ആളുകളോട് സംസാരിക്കാനായിട്ട് ഒരു ഷൈനസ് ഉണ്ട്.
സോഷ്യൽ ഓക്വേർഡ്നെസ് ഉണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. ഇപ്പോൾ നമുക്ക് അത് ഒരു പേഴ്സണാലിറ്റി ട്രേറ്റിൻ്റെ കൂടെയൊന്നും എപ്പോഴും കണക്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റത്തില്ല. ഒരു മദ്യപാനിയായിട്ടുള്ള ഒരച്ഛൻ, അവർക്കുണ്ടാവുന്ന 2 മക്കൾ, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയും, അവർക്ക് സോഷ്യൽ ഓക്വേർഡ്നെസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അച്ഛൻ കള്ളൊക്കെ കുടിച്ച് വഴിയിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ, എത്ര സ്മാർട്ടായിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ ഇറങ്ങുന്ന സമയത്ത് അവർക്ക് ആളുകളെ അഭിമുഖീകരിക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഇന്നയാളുടെ മകനാണ് മകളാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു പേരൻറ്റിൽ നിന്നിട്ട് ഒരു മകനോ മകളോ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ആണോ പെണ്ണോ ആയിട്ടോ മറ്റൊരാളുടെ മുൻപിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തീരെ താല്പര്യം ഉണ്ടായിരിക്കില്ല. ഇത് സോഷ്യൽ ഓക്വേർഡ്നെസ്സിൻ്റെ ഒരു ചെറിയ എക്സാമ്പിളാണ്. ഇതെനിക്ക് വളരെ വേദനാജനകമായിട്ട് പല സാഹചര്യങ്ങളിലും തോന്നാറുണ്ട്. ഈ അപ്പന്മാരൊക്കെ ഒരു ബോധമില്ലാതെ കള്ളൊക്കെ കുടിച്ച് വഴി കിടക്കും. എന്നിട്ട് ചില ആളുകൾ അവരുടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് പ്രചരിപ്പിക്കും. ആ കുട്ടികൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുകളെ, കുട്ടികൾ അനുഭവിക്കുന്നത് വെറും തോന്നലാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഏതൊക്കെ നിലയിലേക്ക് ഉയർന്നാലും നാട്ടുകാർക്ക് എപ്പോഴും ഇന്ന മദ്യപാനിയായിട്ടുള്ള ഇന്ന ആളുടെ മകനാണ് മകളാണ് എന്ന് ബാക്കിയുള്ള ആളുകളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ തിടുക്കം. അതേപോലെ തന്നെ ആ ഒരു കുട്ടികൾ വളർന്ന് മിടുക്കരായാലും അവരെ തളർത്താൻ വേണ്ടി ആളുകൾ ഇത് ഉപയോഗിക്കും. അപ്പം കുട്ടികൾ അല്ലെങ്കിൽ യങ് ആയിട്ടിരിക്കുന്ന ആളുകൾ ഇതുപോലുള്ള കാരണങ്ങൾ കൊണ്ട് സമൂഹത്തിൽ നിന്ന് പിന്മാറി നിൽക്കും. അപ്പോൾ അവർക്ക് എങ്ങനെ കോൺഫിഡൻസ് കിട്ടും ഒരാളോട് തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമോ എന്ന് ചോദിക്കാൻ വേണ്ടി? അപ്പോൾ അവർ വിചാരിക്കുന്നത് തൻ്റെ ഈ ഒരു നാണം കെട്ട ജീവിതത്തിലേക്ക് മറ്റൊരാൾ എങ്ങനെ അട്രാക്റ്റഡ് ആവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകളുണ്ട്. ഡിസേബിലിറ്റീസ് ഉള്ള ആളുകളുണ്ട്. ചില ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡിസേബിലിറ്റീസ് ഉണ്ട് എന്ന് അവർ വിചാരിക്കുന്നുണ്ടാവും. സ്പെഷ്യലി ഏബിൾഡ് എന്നൊക്കെ നമ്മൾ പറയും എന്നുണ്ടെങ്കിലും അവരതിനൊരു ഡിസേബിലിറ്റി ആയിട്ടൊക്കെ ചില സാഹചര്യങ്ങളിൽ കണക്കാക്കും. അതുകൊണ്ട് തന്നെ അവർക്കൊരു മടിയുണ്ടാവും ആളുകളോട് താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി. അതേപോലെ തന്നെ ആളുകളുടെ ആ ഒരു സിമ്പതി ഒന്നും റിലേഷൻഷിപ്പിൽ അവർ ആഗ്രഹിക്കുന്നില്ല. അതേപോലെ മറ്റ് പല റീസൺസ് ഉണ്ട്. പല റീസൺസ് വെച്ചിട്ട് ആളുകൾക്ക് റിലേഷൻഷിപ്പിലേക്ക് പോകാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിലും അത് നടക്കാറില്ല. അതേപോലെ വേറൊരു കൂട്ടരുണ്ട്, ട്രൈ ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു ചെറിയ റിലേഷൻഷിപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അവർക്ക് പെട്ടെന്നൊരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നു. മേ ബി അവരുടെ പാർട്ട്ണർ മറ്റൊരു ബന്ധത്തിലേക്ക് പോയതിൻ്റെ ഒരു പെയിനൊക്കെ ആയിട്ടായിരിക്കും അവർ നിൽക്കുന്നത്. അല്ലെങ്കിൽ ചില ആളുകൾ ട്രൈ ചെയ്തു, റിജക്ഷനാണ്, പലയിടത്തു നിന്ന് റിജക്ഷനാണ് വരുന്നത്. അപ്പോൾ ഡിപ്രസ്ഡ് ആവും. മനുഷ്യൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നീഡ് തന്നെയാണ് ഈ ഒരു ഇണ തേടുക, സെക്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെ നിന്നൊക്കെ റിജക്റ്റ് ആവുന്ന സമയത്ത് കോൺഫിഡൻസിനെ തന്നെ അത് ബാധിക്കും. ഇങ്ങനെ കോൺഫിഡൻസിനെ ബാധിച്ചിട്ടുള്ള ഒരു കൂട്ടം ആളുകളുടെ ഒരു കൂട്ടമായിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് അതിലേക്ക് ഒത്തിരിയധികം ആണുങ്ങൾ വന്നു. ആണുങ്ങൾ വന്നത് നമുക്കറിയാം, അത് കൾച്ചറലി ഒത്തിരിയധികം കണക്ട് ചെയ്തിരിക്കുന്ന സംഗതിയാണ്. കാരണം ആണുങ്ങൾക്ക് എപ്പോഴും ഒരു പെണ്ണിനെ ഇംപ്രസ് ചെയ്യേണ്ടുന്ന ഒരു ബാധ്യതയുണ്ട്. അതേപോലെ മോസ്റ്റ് ഓഫ് ദ ജീവിവർഗങ്ങളിലെ മെയിൽ ജെൻഡറിൻ്റെ ഒരു പൊതു സ്വഭാവം എന്താണ്? അവർ കുറച്ചും കൂടെ ഡൊമിനൻ്റ് ആണ്. അതേപോലെ തന്നെ ഭയങ്കര കോമ്പറ്റീഷൻ മൈൻഡുള്ള ആളുകളാണ്. അപ്പോൾ ഇണ നേടാൻ വേണ്ടി ബാക്കിയുള്ള എല്ലാ മൃഗങ്ങളും ചെറിയൊരു കോമ്പറ്റീഷനൊക്കെ കാണിക്കാറുണ്ട്, കാര്യമായിട്ടുള്ള കോമ്പറ്റീഷൻ കാണിക്കാറുണ്ട്. മനുഷ്യൻ അതിൻ്റെ ഒരു സൈഡിലൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ആണുങ്ങൾക്കും അവർക്ക് ഇണ തേടണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു കോമ്പറ്റീഷനൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ കോമ്പറ്റീഷനൊക്കെ ഫേസ് ചെയ്യുന്ന സമയത്ത് അവരിങ്ങനെ ഒരു ഗ്രൂപ്പിനെ കാണും. കൾച്ചറലി അതും ഇവോൾവിംഗ് ആണ്. ഒരു കൂട്ടം ആണുങ്ങൾ, ഇന്ന ഫീച്ചേഴ്സ് ഉള്ള ആണുങ്ങൾ, ഇന്ന പ്രൊഫൈല്, ഫിനാൻഷ്യൽ പ്രൊഫൈലുള്ള ആളുകൾ, ഇന്ന ജോലിയുള്ള ആളുകൾ, അങ്ങനെ നമ്മളുടെ ഇവിടെ തീരുമാനിച്ച് അടിവരയിട്ട് വെച്ച സംഗതിയാണ് ഗവൺമെൻറ് ജോലിയുള്ള ആണുങ്ങൾക്ക് പെണ്ണ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു കൂട്ടം ആളുകൾ അവർ പ്രശ്നക്കാരായിട്ട് ഇങ്ങനെ വെക്കുന്നു. അപ്പോൾ ആ ഒരു ക്വാളിറ്റീസ് ഇല്ലാത്ത ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഒരു ഡിപ്രഷൻ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മളുടെ മൈൻഡ് സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ ഡിപ്രസ്ഡ് ആവും. അപ്പോൾ അങ്ങനെ ഡിപ്രസ്ഡ് ആവുന്ന വീക്കായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ കൂടുതലായിട്ട് ഇതുപോലുള്ളൊരു മൊമെൻറ്റിലേക്ക് വരുന്നു. അപ്പോൾ അവർ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്നാണ്? അവർക്ക് ദേഷ്യമാണ്, ബ്ലെയിമിങ് ആണ്. അവർക്ക് ഇണ കിട്ടാത്തതിൻ്റെയും അവരുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാത്തതിൻ്റെയും കാരണം ബാക്കിയുള്ള ചില ആളുകളാണ്. അതായത് സ്ത്രീകൾക്ക് ഈ ചോയ്സുകൾ കൂടുതലായിട്ട് കൊടുക്കുന്ന, അവർക്ക് തിരഞ്ഞെടുക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു കൂട്ടം മെയിലായിട്ടുള്ള ആളുകളാണ് തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കളെന്ന് ഒരു കൂട്ടം മെൻസിൽ ആണുങ്ങൾ പറയുന്നു. അതേപോലെ തന്നെ സ്ത്രീകളിലെ ഫെമിനിസ്റ്റുകളാണ് തങ്ങൾക്ക് ഈ ഒരു ദുരവസ്ഥ ഉണ്ടാക്കിയത് എന്ന് അവർ പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഹെയ്റ്റ് അവരുടെ ഉള്ളിലേക്ക് വരികയാണ്. അതേപോലെ തന്നെ ഇവർ നോക്കുമ്പോൾ ഈ ആണും പെണ്ണും എന്നുള്ള ഒരു വീക്ഷണത്തിൽ, അവരുടെ ചെറിയ വീക്ഷണത്തിലല്ലാതെ വേറെ ഒരു കൂട്ടം ആളുകൾ കൂടി വന്നിരിക്കുന്നു. അവിടെ ആണും പെണ്ണും ഒക്കെ പാർട്ട്നേഴ്സായിട്ട് ജീവിക്കുന്നു. ഇതൊക്കെ ഇവർക്ക് ഹൈലി ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകളിൽ നിന്നാണ് സമൂഹത്തിൻ്റെ എല്ലാ ഭാഗത്തിൽ നിന്നും ആളുകൾ വരുന്നത് പോലെ ബിഗ് ബോസിലേക്കും ചില ആളുകൾ വരുന്നത്. വേദലക്ഷ്മിയും അഭിഷേകുമൊക്കെ അങ്ങനെ ബിഗ് ബോസിലേക്ക് വന്ന ആളുകളാണ്. അവർ വരുന്ന സമയത്ത് തന്നെ അവരുടെ ഒരു അജണ്ട എന്താണ്? അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട അജണ്ട. ജീവിതത്തിൽ ഒരിക്കലും അവരൊരു വിജയമോ അല്ലെങ്കിൽ സമാധാനമോ നല്ലൊരു ജീവിതമോ ഒന്നും പലപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടാവില്ല എന്ന് അവരുടെ പ്രവർത്തികൾ കാണുന്ന സമയത്ത് തോന്നാറുണ്ട്. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? നമുക്ക് അഫ്ഗാനിസ്ഥാനിലെ പോലെ താലിബാൻ ചെയ്യുന്നത് പോലെ ഈ പെണ്ണുങ്ങളെല്ലാം മൂടിക്കെട്ടി എവിടെയെങ്കിലുമൊക്കെ പൂട്ടിയിടാനായിട്ട് പറ്റുമോ? ഇല്ല, നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത് ഇൻസലായിട്ടുള്ള ആണുങ്ങളുടെ ആവശ്യമാണ്. ഇവരെ പൂട്ടിക്കെട്ടി വെച്ച് ഞങ്ങളുടെ സൗകര്യത്തിന് അവർ
ഈ തീരുമാനങ്ങൾ എടുക്കണമെന്നുള്ളത്. ഇനി ഫെംസെൽസിൻ്റെ ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അത് രസമാണ്. ഈ ഫെംസെൽസും ഇൻസെൽസും കൂടെ തമ്മിൽ ചേർന്ന് പോകത്തില്ല. കാരണം ഫെംസെൽസിന് ആണുങ്ങളെ കണ്ണെടുത്താൽ കണ്ടുകൂടല്ലോ. പക്ഷേ ബിഗ് ബോസിലേക്ക് വന്ന സമയത്ത് അഭിഷേകും ഈ ഫെംസലായിട്ടുള്ള ലക്ഷ്മിയും തമ്മിൽ മച്ചാ ബന്ധമാണ്. അത് അവരുടെ വിവരമില്ലായ്മ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ സപ്പോർട്ട് ചെയ്യുകയാണ്. ശരിക്കും അഭിഷേക് ഒരു ഇൻസലാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു അധികാരവാദിയാണ് എന്നുണ്ടെങ്കിൽ, ഈ ബിഗ് ബോസിൽ തന്നെ വേദലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീ, മുനിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെതിരെ വേറെ ഒരു സെക്ഷൽ അലിഗേഷൻ ഉന്നയിച്ച്, അതും വേറെ ഏതോ ഒരാൾക്ക് ഫീൽ ചെയ്തൊരു കാര്യത്തിൽ ഭയങ്കര ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞ് ഉന്നയിച്ച് അയാളെ ഒരു പീഡകനാക്കി മാറ്റാൻ ശ്രമിച്ച സമയത്ത് എന്തുകൊണ്ടൊന്നും മിണ്ടിയില്ല. ആക്ടിവിറ്റി മുന്നോട്ട് പോകുന്ന ടൈമിൽ മസ്താനി മോശമായിട്ടുള്ള രീതിയിൽ താങ്കൾ ടച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് യു ആർ സോറി ടു ഹർ ആഫ്റ്റർ ദാറ്റ്. ഡു യു തിങ്ക് ഇറ്റ്സ് റൈറ്റ്? സോറി പറഞ്ഞു, പക്ഷെ അതെനിക്ക് കുറച്ച് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് ഫീൽ ചെയ്തു. അയ്യോ വീഴാൻ പോയപ്പോഴോ മനസ്സിലായില്ല എങ്ങനെ? You don't even know. ഇതൊക്കെ ഞാൻ റിമെമ്പർ ചെയ്യുന്നില്ല. So he is ഞാൻ ആ ടേബിളിൽ നിങ്ങൾ നീങ്ങിയപ്പോഴേ മസ്താനി അടുത്തുണ്ടായിരുന്നു. അപ്പൊ സോറി പറഞ്ഞു. അല്ല അങ്ങനെയല്ല, അത് ആ ഒരു ഇതിലേക്ക് പോകുന്നത് ഞാൻ കാണിച്ചു തരാം. എനിക്കിത് ഡെമോൺസ്ട്രേഷൻ അല്ല അങ്ങനെയല്ല. ഞാൻ കേൾപ്പട്ടെ. സി മസ്താനി അപ്പൊ തന്നെ ഞാൻ സോറി പറഞ്ഞെങ്കിൽ ഞാൻ പക്ഷെ അത് ആലോചിച്ചിരിക്കുന്നത്. ഞാൻ ലക്ഷ്മിനോട് എനിക്കത് ഞാൻ കേൾപ്പട്ടെ. ഞാൻ ഇവിടെ ടേബിൾ ഉണ്ടല്ലോ, ആ ടേബിൾ എല്ലാവരും ക്രൗഡായിട്ട് നിൽക്കണം. നമ്മൾ വിന്നിങ് സമയത്ത് അല്ലെ എല്ലാവരും ക്രൗഡായിട്ട് നിൽക്കാം. ഞാൻ എക്സൈറ്റ്മെന്റ് കൂടെ നീങ്ങുമല്ലോ. നീങ്ങും മസ്താനി എടുത്തിട്ടുണ്ട്. നീങ്ങുമ്പോ ഇങ്ങനെ പോയപ്പോ ഇടിച്ചു. അപ്പൊ ഞാൻ മസ്താനി സോറി പറഞ്ഞു. ഇതാണ് അൺഅപ്രോപ്രിയേറ്റ്. ക്യാമറ ഉണ്ടല്ലോ. അവസാനം അപ്പൊ തന്നെ ഈ സോറി പറഞ്ഞെങ്കിൽ ഇറ്റ്സ് ഇൻഅപ്രോപ്രിയേറ്റ് ടച്ച് അല്ല, ഇൻഅഡ്വേർട്ടഡ്ലി. ഞാൻ എനിക്ക് തീരെ അപ്രോപ്രിയേറ്റ് തോന്നിയത് കണ്ടോ ഞാൻ മസ്താനി മാത്രമേ അറിയൂ. ഇത് കംപ്ലീറ്റ് ആണ്ട് ക്യാമറ എടുത്ത് കാണിക്കട്ടെ. മസ്താനി എന്റെ അടുത്ത് കാണിച്ചു ഏത് ഇന്റൻസിറ്റിയിലുള്ള ടച്ച് ആയിരുന്നുള്ളത്. Then he said sorry also. Like അത് ഓക്കെ ആയിട്ടുള്ള ടച്ച് അല്ല, it's not a good touch, completely inappropriate ആണ്. അവൻ നിരാശനല്ല, അല്ലെങ്കിൽ അവൻ ജീവിതത്തിൽ ഹാപ്പിയാണ്, അവൻ ആണുങ്ങൾക്ക് വേണ്ടി എന്തോ മലമറിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ഒനിലിനെയൊക്കെ ഒരു സ്ത്രീ വിദ്വേഷിയായിട്ട് ചിത്രീകരിക്കുന്ന, ഒരു പീഡകനായിട്ട് ചിത്രീകരിക്കുന്ന ബിഗ് ബോസിലെ ആ ഒരു വേദലക്ഷ്മിക്കെതിരെ കാര്യമായിട്ടുള്ള ഒരു ഹെയ്റ്റൊക്കെ പ്രചരിപ്പിച്ചതിന്. ഇതങ്ങനെയൊന്നുമില്ല. അവന് ഈ LGBTQ കമ്മ്യൂണിറ്റിയോട് വിരോധം കാണിക്കുന്ന ഒരു ഫെംസലിനെ കൂട്ടുകിട്ടി. ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയുന്ന ഒരു അപ്രോച്ചൊക്കെ തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളെപ്പോലുള്ള ആളുകളുടെ ഡേ ടു ഡേ ചിന്തകളിലോ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിലോ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യവുമായിട്ടാണോ ഇവർ നടക്കുന്നത്? ഞാൻ ഈ പറഞ്ഞ ഇവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഏതെങ്കിലും ഒരിടത്ത് സന്തോഷം ഇവർ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. നിരാശയാണ് ഇൻസെൽ കൂട്ടങ്ങളുടെ അല്ലെങ്കിൽ LGBTQ വിരുദ്ധരുടെ മൊത്തത്തിലുള്ള ഒരു രീതി. അപ്പോൾ LGBTQ വിരുദ്ധരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വേറൊരു കൂട്ടം ആളുകളുണ്ട്, സുഡാപ്പികളുണ്ട്, തീവ്ര മറ്റേ ഇസ്ലാമിസ്റ്റുകളുണ്ട്. ഇവർക്കും സന്തോഷം വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അവർക്ക് സന്തോഷം വേണ്ട. അവർ നാട്ടിലുള്ള സന്തോഷങ്ങളെ ഒന്നും അംഗീകരിക്കുന്ന ആളുകളല്ല. പാട്ട് കേൾക്കാൻ വേണ്ടി പാടില്ല, സിനിമ കാണാൻ പാടില്ല, ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാൻ പാടില്ല, ഇക്കന്മാരുടെ റീലുകൾ മാത്രം കാണാനായിട്ട് ഒരു ഫോൺ വേണമെങ്കിൽ വാങ്ങിച്ചോളൂ എന്ന് പറയുന്ന ഒരു അപ്രോച്ചാണ്. അവർ സ്വർഗത്തിൽ ഹൂറിമാർക്കൊപ്പമുള്ള ക്യാമറയിൽ സ്വപ്നം കണ്ട് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക്, സന്തോഷം ആഗ്രഹിക്കാത്ത ആളുകൾക്കാണ് കൂടുതലായിട്ടും ഈ ആളുകളെ അംഗീകരിക്കാൻ പറ്റാതെ ഇരിക്കുന്നതും ഇതുപോലുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് തോന്നുന്നതും. ഈ ഫെംസെൽസ് കുറച്ചും കൂടെ സാഡുമാണ്. അതേപോലെ ഹൈലി ഡിപ്രഷനൊക്കെ അനുഭവിക്കുന്ന ആളുകളാണ് ഇവരിൽ പല ആളുകളും. അവരിൽ ഒരു വലിയ ഭൂരിപക്ഷം ആളുകൾക്ക് ബോഡി ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീകൾ അവരുടെ അഴകളവുകളൊക്കെ പ്രത്യേക രീതിയിലേക്കൊക്കെ മാറ്റുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ഒരു സ്പെസിഫിക് ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് ഏത് തരത്തിലും മാറാനായിട്ട് പറ്റാത്ത ഒരു കൂട്ടം ആളുകൾക്ക് നിരാശ വരിക സ്വാഭാവികമാണ്. അതേപോലെ തന്നെ വേറൊരു സംഗതിയുണ്ട്. കാര്യം എല്ലാവരും ഈ കുലസ്ത്രീത്വം പറയുമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള പെണ്ണുങ്ങളെ മതി, ഭർത്താവ് പറയുന്ന അനുസരിക്കണം, വീട്ടുകാരുടെ കാര്യം നോക്കണം എന്നൊക്കെ ഇങ്ങനെ പുറമേ പറയുമെന്നുണ്ടെങ്കിലും ജോലിയില്ലാത്ത, വരുമാനമില്ലാത്ത, കാര്യപ്രാപ്തി ഇല്ലാത്ത ഒരു പെണ്ണിനെ ഒന്നും ആരും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ കുലസ്ത്രീ ആവുകയും ചെയ്തു, ഒരു ഭാര്യ ആവാനായിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ എടുക്കുകയും ചെയ്തു, അങ്ങനെ ജീവിക്കാൻ ഇഷ്ടമാണ്. എന്നാൽ ഒരു പുരുഷനും അംഗീകരിക്കാതെ വരുന്ന സമയത്ത് അവർക്കും അവരുടെ ജീവിതത്തോട് കടുത്ത നിരാശ തോന്നും. അവർക്കും കാര്യമായിട്ടുള്ള റിജക്ഷൻ ഉണ്ടായിട്ടുണ്ടാവും. ആളുകൾ ഇങ്ങനെയുള്ള ഒരാളെ ഒരു കൗതുകം കൊണ്ട് പ്രണയിക്കുമെന്നുണ്ടെങ്കിലും ദീർഘകാലം കൂടെ വെച്ചുകൊണ്ടിരിക്കാറില്ല. കാരണം ബാധ്യതയാണ്, ഒഴിവാക്കും. അപ്പോൾ റിജക്ഷൻ്റെയും അതേപോലെ തന്നെ ബ്രേക്കപ്പിൻ്റെയും ഇൻഫർട്ടിലിറ്റിയുടെയൊക്കെ ഒരു പെയിൻ അവർക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകളാണ് ഫെംസെൽസിൽ പ്രധാനമായിട്ടും
ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? അതെ, ആദില എന്ന് പറയും ഒരു പെണ്ണും സമാധാനമായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നു. അവർക്കും പറ്റത്തില്ല. അപ്പോൾ അവർക്ക് ഈ ട്രഡീഷണൽ സംഭവങ്ങൾ, പുള്ള കൂട്ടി പെറ്റ് കൂട്ടണം, അതേപോലെ തന്നെ പെറ്റ് കൂട്ടിയ പിള്ളേരൊക്കെ തങ്ങളെപ്പോലെ ആവണം എന്നൊക്കെയുള്ള നിർബന്ധ ബുദ്ധികളുണ്ട്. എന്നാൽ ഇവരൊന്നും ഒരു ഫാമിലി ലൈഫിലേക്ക് കടക്കുകയോ അല്ലെങ്കിൽ സമാധാനത്തോടെ പോവുകയോ ഒന്നും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കത്തുമില്ല. അപ്പോൾ ഇതാണ് ഈ പറയുന്ന കൂട്ടരുടെ ഒരു പരിപാടി. അപ്പോൾ ഇത് ഞാൻ മൊത്തത്തിൽ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യങ്സ്റ്റേഴ്സും ടീനേജേഴ്സും ഒക്കെ ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ചിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കണം. നിങ്ങളുടെ ചില കമ്മ്യൂണിറ്റികളിൽ ഇങ്ങനെയുള്ള ഒരു കൾച്ചറൽ പ്രൊമോഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ അകറ്റി നിർത്തുക. ഇപ്പോൾ അഡോളസെൻസ് എന്ന് പറയുന്ന ഒരു സീരീസ് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതിനകത്തെ ആ ഒരു കുട്ടി ഒരു ഇൻസെൽ മൈൻഡ് സെറ്റിലേക്ക് വന്ന ഒരു ആക്രമണകാരിയായി മാറിയിട്ടുണ്ട്. ശരിക്കും ഇൻസെലുകളിലെ ഒരു മജോറിറ്റിക്ക്, ഫെംസെലുകളിലെ ഒരു മജോറിറ്റിക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും. അവർ ഒരു നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ വല്ലാതെ അങ്ങോട്ട് കാണിക്കും, അതിൻ്റെ സിംറ്റംസ് ഒക്കെ കാണിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആദില നൂറ നമ്മളിങ്ങനെ വിചാരിക്കത്തുള്ളൂ. നമ്മളെ ഒന്നും ബാധിക്കുന്നില്ല ഇവരുടെ ഒന്നും ജീവിതങ്ങൾ, അല്ലെങ്കിൽ ഇവരിൽ നിന്ന് നമ്മളിലേക്കൊന്നും പകരുന്നൊന്നുമില്ല. അങ്ങനെ പകരുന്ന ഒരു തരത്തിലുള്ള സംഗതികളും ഇല്ല. അങ്ങനെ പകരുന്ന ഒരു സംഭവമല്ല ഈ ജെൻഡർ എന്നൊക്കെ പറയുന്നത്. ചിന്തകൾ പകരാം. ഇപ്പോൾ ജെൻഡർ ഡിസ്ഫോറിയ എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. ഏത് ജെൻഡറിലാണ് താനെന്ന് അറിയാത്തൊരവസ്ഥയൊക്കെ ഉണ്ട്. ഇതൊക്കെ ഓരോ ഫേസുകളാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ആളുകൾ ഒരു തീരുമാനത്തിലേക്ക് എത്തി എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചോട്ടെ, നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇനിയിപ്പോൾ ചില ആളുകൾ പറയും നിങ്ങളുടെ കുട്ടികൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കുട്ടികൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതുങ്ങളുടെ വഴിക്ക് വിടുക. നമ്മൾക്ക് നമ്മുടെ ജീവിതം ജീവിക്കാനായിട്ട് പറ്റത്തുള്ളന്നേ. നമ്മുടെ ജീവിതം ജീവിച്ചാൽ മതി, അതുങ്ങളുടെ ജീവിതം അതുങ്ങൾ ജീവിച്ചോളും. നമ്മളുടെ ജീവിതം അതുങ്ങളുടെ ജീവിതം തകർക്കാൻ വേണ്ടി മാറ്റി വെക്കാതിരിക്കുന്നതാണ് മാന്യത. നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്തു വിടുക. അതുങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ. ഒരു ജീവനെ മനസമാധാനമില്ലാതെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്നതിൽ എന്ത് സുഖമാണ് നിങ്ങൾ കിട്ടുന്നത്? സ്വർഗത്തിൽ ആ ഒരു ക്യാമറയിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഫ്രണ്ട് പോർഷനിൽ നിന്നിട്ട് തുള്ളാനായിട്ടുള്ള അവസരം വല്ലതും കിട്ടുമോ? ഇല്ല. അതിപ്പോൾ എല്ലാ മതങ്ങളിലും ഈ ട്രാൻസ്ജെൻഡേഴ്സിനോട്, LGBTQ കമ്മ്യൂണിറ്റിയോടൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു ഹെയ്റ്റ് ഉണ്ട്. ആ ഒരു ഹെയ്റ്റിൻ്റെ ആവശ്യമില്ല. അതും ദൈവികമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ക്രിസ്ത്യാനിറ്റിയിലൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരാളെയും ഉപദ്രവിക്കണമെന്നോ കല്ലെറിയണമെന്നോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് അവരോട് ഹെയ്റ്റ് വെച്ചുകൊണ്ടിരിക്കുന്നത്? അത് പ്രാചീനവാദമാണ്, പ്രാചീന ശിലായുഗവാദമാണ്. അപ്പോൾ അങ്ങനെയുള്ള വാദങ്ങൾ വെച്ചുകൊണ്ടൊന്നും ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും മനസമാധാനമൊന്നും ഉണ്ടാകത്തൊന്നുമില്ല. അത് അഭിഷേകനാണെങ്കിലും വേദലക്ഷ്മിയാണെന്ന് പറഞ്ഞാലും ഏത് പോങ്ങനാണെന്ന് പറഞ്ഞാലും ഇങ്ങനെയുള്ള ഫ്രസ്ട്രേഷനുമായിട്ട് നടക്കുന്ന ആളുകളെ നമ്മളുടെ ജീവിതത്തിൽ ഒരു ഇൻഫ്ലുവൻസ് ചെലുത്തുന്ന ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കരുത്. ഇനി പിങ്ക് വാഷിംഗ് എന്ന് പറയുന്ന ഒരു വേർഡ് ഗൂഗിളിൻ്റെ വീഡിയോയിൽ നമ്മൾ കേട്ടു. എന്താണ് ഈ പിങ്ക് വാഷിങ്? സംഭവം വളരെ സിമ്പിളാണ്. ഇപ്പോൾ LGBTQ കമ്മ്യൂണിറ്റിക്ക് വലിയ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. മനുഷ്യന്മാരൊക്കെ, അത്യാവശ്യം ബോധമുള്ള മനുഷ്യന്മാരൊക്കെ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു എംപവർമെൻറ്റിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അവർ ഒത്തിരിയധികം കഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരിൽ പല ആളുകളും ചില ശല്യങ്ങളൊക്കെ ബസ്സിലും ട്രെയിനിലും വഴിയിലും ഒക്കെ നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. അത് അവർക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങളില്ലാത്തതുകൊണ്ടാണെന്നൊക്കെ മനസ്സിലാക്കി ചില സപ്പോർട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സപ്പോർട്ടിനെ മനസ്സിലാക്കി, അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ വളർച്ച മനസ്സിലാക്കി, വളർച്ച എന്നുള്ളതല്ല, അവിടെ ഇങ്ങനെ ആളുകളുടെ എണ്ണം കൂടുക എന്നുള്ളതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആരും LGBTQ കമ്മ്യൂണിറ്റി ശക്തരാണ്, അതുകൊണ്ട് നാളെ LGBTQ കമ്മ്യൂണിറ്റി ചേർന്നേക്കാമെന്ന് വിചാരിക്കുന്നതല്ല. അവരുടെ ഒരു സെക്ഷുവാലിറ്റിയും ജെൻഡറും ഒക്കെ ഒളിപ്പിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. കമ്മ്യൂണിറ്റി ശക്തിപ്പെടുന്ന സമയത്ത് അവർ പുറത്തേക്ക് വരും. അവരുടെ ജീവിതം സങ്കടങ്ങളിൽ നിന്ന് മാറ്റി പ്രതീക്ഷയോടെ മുന്നോട്ടേക്ക് കൊണ്ടുപോകും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് ചില കമ്പനികളൊക്കെ എന്ത് ചെയ്യും, ഈ LGBTQ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട ചില പിങ്ക് വാഷിംഗ് പരിപാടികളൊക്കെ നടത്തും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കവറുകൾക്ക് മഴവിൽ അഴക് കൊടുക്കും. അപ്പോഴത്തേന് ആളുകൾക്ക് അയ്യോ പാവങ്ങളെ സഹായിക്കുന്ന കമ്പനി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊഡക്റ്റുകൾ വാങ്ങാൻ തുടങ്ങും. അപ്പോൾ ബിഗ് ബോസും അങ്ങനെ ഒരു പിങ്ക് വാഷിംഗ് അല്ലേ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിഷേധിക്കാനായിട്ടൊന്നും പറ്റത്തൊന്നുമില്ല. പ്രോഗ്രസീവായിട്ടുള്ള മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകാൻ വേണ്ടി, പ്രോഗ്രസീവായിട്ടുള്ള ചർച്ചകൾ ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ പ്രോഗ്രസീവായിട്ടും ഉള്ള ആളുകളെ തെരഞ്ഞുപിടിച്ച് പൂട്ടിയിട്ട് ഒരു റിയാലിറ്റി ഷോ നടത്തുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പലപ്പോഴും പിങ്ക് വാഷിംഗ് തന്നെ കടന്നു വരും. ഇവരെല്ലാം സ്നേഹത്തോടെ സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓണവില്ല് കളിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടത്തില്ല, ബിഗ് ബോസിന് അതിൻ്റെ ഗുണം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കോൺഫ്ലിക്റ്റുകളാണ് ആഗ്രഹിക്കുന്നത്. ചില കോൺഫ്ലിക്റ്റുകൾക്കൊന്നും പ്രോപ്പറായിട്ടുള്ള ഉത്തരങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഈ വീക്കെൻഡിൽ ലാലേട്ടൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അറിയാം എന്താണ് ഈ ഒരു ഡിസ്കഷൻസിനെ എങ്ങനെയാണ് അവരിതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ വേദലക്ഷ്മി, ആദില നൂറ എന്നീ പങ്കാളികൾക്കെതിരെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ലാത്തവളുമാർ, സമൂഹത്തിൽ അടുപ്പിക്കാൻ കൊള്ളത്തില്ലാത്തവളുമാർ എന്നൊക്കെ പറയുന്നു. ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന അവളുമാർ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്നു. അപ്പോൾ അതിനെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? അതേപോലെ തന്നെ ഈ വേദലക്ഷ്മി തന്നെ ഒനിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വീഴുന്ന സമയത്ത് ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ സ്പർശിക്കുകയും, റിഫ്ലെക്സാണ്, പിടിച്ചു നിൽക്കാനായിട്ട് പുള്ളി നോക്കിയില്ല സ്ത്രീയുടെ ശരീരമാണോ എന്നുള്ളത്. പുള്ളി ഇങ്ങനെ വീഴാൻ നേരത്ത് അറിയാതെ പിടിച്ചതാണ്.
അപ്പോൾ അവിടെ ഒരു സ്ത്രീ പീഡനമൊക്കെ ആരോപിക്കുന്നുണ്ട്, പെർവേഷനൊക്കെ ആരോപിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യുമെന്നുള്ളതിനെ കുറിച്ചിട്ട് ആളുകൾ നോക്കിയിരിക്കുകയാണ്. ആ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചിട്ട് അറിയത്തില്ലാത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ പറയാം, ബിഗ് ബോസിൽ ഒരു ചെറിയ ടാസ്ക് നടക്കുകയാണ്. എന്തോ ഒരു സ്പോൺസേഡ് ടാസ്ക്കാണ്. ഈ ടൈലിൻ്റെ പശ കമ്പനിക്കാർ സ്പോൺസർ ചെയ്യുന്ന ഒരു ടാസ്ക്കാണ്. അപ്പോൾ അതിൽ ഒരു ടീം വിജയിക്കുന്നു. അപ്പോൾ വിജയികളെ അനൗൺസ് ചെയ്യുന്ന സമയത്ത് ആവേശഭരിതനായിട്ടുള്ള ഒനിൽ എന്ന് പറയുന്ന 42 വയസ്സുകാരൻ തുള്ളി ചാടാനായിട്ട് ശ്രമിക്കുകയാണ്. പാവം വീണ് പോവുകയാണ്. വീഴുന്ന സമയത്ത് അദ്ദേഹം ചാടി പിടിക്കുന്നതാണെങ്കിൽ മസ്താനി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരിയുടെ കണ്ടസ്റ്റൻറ്റിൻ്റെ ശരീരത്ത് റിഫ്ലെക്സ് ആണ്. ചാടി എഴുന്നേൽക്കുന്നു, അദ്ദേഹം സോറിയൊക്കെ പറയുന്നുണ്ട്. അപ്പം മസ്താനിക്ക് അത് ഒരു ഇന്നപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ടച്ചിങ് ആയിട്ട് തോന്നുക സ്വാഭാവികമാണ്. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ഇപ്പോൾ കൈ അല്ലെങ്കിൽ ഈവൻ നമ്മുടെ തോള് അതിനോടൊക്കെയാണ് നമ്മൾ ആളുകൾ തട്ടിയതാണ് അല്ലെങ്കിൽ ഷെയ്ക്കാൻഡ് തന്നതാണ് എന്നൊക്കെയുള്ള തോന്നലുണ്ടാവുക. ഇപ്പോൾ ഇടുപ്പിലൊക്കെ ഒരാൾ തൊട്ട് കഴിഞ്ഞാൽ അദ്ദേഹം വീഴാൻ വേണ്ടി പോയ സമയത്ത് പിടിച്ചാണെങ്കിൽ നമുക്കൊരു ഓക്വേർഡ് ഫീലിംഗ് ഒക്കെ വരിക സ്വാഭാവികമാണ്. അപ്പോൾ ആ ഒരു ഫീലിംഗ് ഈ മസ്താനി എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റ് ഈ വേദലക്ഷ്മി എന്ന് പറയുന്ന ഒരാളോട് പറയുന്നു, അങ്ങനെ പിടിച്ചതാണോ അല്ലെങ്കിൽ ആവാൻ സാധ്യത ഉണ്ടോ, എനിക്കങ്ങനെ തോന്നി എന്നൊക്കെ പറഞ്ഞു. അമ്പോ, പുള്ളിക്കാരി അത് വൻ വിഷയമാക്കുകയാണ്. അപ്പോൾ ഈ മസ്താനി എന്ന് പറയുന്ന ചെറുപ്പക്കാരി അത് മൈക്കിൽ കൂടെ മാലോകരെ അറിയിക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്നില്ല. വേദലക്ഷ്മി എന്ന് പറയുന്ന ഫെംസെലിൻ അതൊരു കണ്ടൻ്റാണ്, ഒരു ആണിനെ തകർക്കാനായിട്ടുള്ള ഏറ്റവും വലിയ കണ്ടൻ്റാണ്. മുന്നിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെതിരെ അങ്ങനെ ഒരു അലിഗേഷൻ ഇട്ട് കഴിഞ്ഞാൽ അവർ ജസ്റ്റ് ഗെയിമാണ് നോക്കുന്നത്, ഇയാളെ പുറത്താക്കും. അപ്പോൾ ഒരാൾ തനിക്കെതിരെ കുറഞ്ഞല്ലോ എന്നുള്ളതാണ് അവർ നോക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഉറക്ക ഗുളികയൊക്കെ കഴിച്ച് വീട്ടിലിരിക്കുന്നത് കണ്ടില്ലേ. കുറേ ആരോപണങ്ങളുണ്ട്, കുറേ യാഥാർത്ഥ്യങ്ങളുള്ളതുകൊണ്ട് അയാളുടെ ജീവിതം തീർന്നു. അതിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ട് എന്നുള്ളത് പരാതികളുടെ അടിസ്ഥാനത്തിൽ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ യാഥാർത്ഥ്യങ്ങളിൽ എത്ര എണ്ണം കൺസെഷനിലാണ് എന്നുള്ളത് നമുക്കറിയില്ല. നേതാവ് ഇത്തിരി വിരുദ്ധനായതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ടുള്ള സപ്പോർട്ടൊന്നും ആളുകളിൽ നിന്ന് ഭാവിയിൽ പ്രതീക്ഷിക്കേണ്ട. ചില ആളുകൾ PR ഒക്കെ ഏറ്റെടുത്ത് ചെയ്യുന്ന ഈശ്വരനും അതേപോലെ തന്നെ മാധ്യമപ്രവർത്തകനും ഒക്കെയാണ് അദ്ദേഹത്തിന് വേണ്ടിയുള്ള പണികളൊക്കെ എടുക്കുന്നത്. ഓക്കെ, അദ്ദേഹം നിരപരാധിയാണെന്നുണ്ടെങ്കിൽ രക്ഷപ്പെടട്ടെ എന്നുള്ളതേ നമുക്കുള്ളൂ. അല്ലെങ്കിൽ അദ്ദേഹം മറ്റേ തേൻ കുടിക്കുന്നു പറക്കുന്നു പരാഗണം മൂടിൽ തൽപരരായിട്ടുള്ള ആളുകളുമായിട്ട് ചേർന്ന് സന്തോഷം പങ്കിട്ടതാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ശിക്ഷിക്കണം എന്ന് ഞാൻ പറയത്തില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യമാണ്, അദ്ദേഹത്തിൻ്റെ സന്തോഷമാണ്. ഇവിടെ നമ്മൾ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. കംപ്ലീറ്റ്ലി ഈ ഫെംസെലുകൾ ഇൻസെലുകൾ അവർ പറയുന്നതൊക്കെ തെറ്റാണ്, അവരെ കംപ്ലീറ്റ്ലി ക്യാൻസൽ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനോടും വലിയ യോജിപ്പൊന്നുമില്ല. അവരും വരട്ടെ, അവരും പറയാനുള്ളത് കേൾക്കട്ടെ. അപ്പോൾ അവരോടും നമുക്ക് മറുപടികൾ പറയാമല്ലോ, അങ്ങനെയുള്ളൊരു വേദികളൊക്കെ വേണ്ടേ. അപ്പോൾ അത് അത്ര മോശമായിട്ടും എനിക്ക് തോന്നുന്നില്ല. കാരണം ഇങ്ങനെയുള്ള ആളുകളൊക്കെ നിങ്ങളിപ്പോൾ അല്ലേ പരിചയപ്പെടുന്നത്, ഇൻസെൽ ഫെംസെൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിപ്പോൾ അല്ലേ കേൾക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകൾ നമ്മുടെയൊക്കെ അടുത്തുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണ്ടേ. ഇപ്പം നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ ഇങ്ങനെയുള്ളൊരു രീതിയാണ് പിന്തുടരുന്നതെന്ന് പോലും നമുക്ക് അറിയത്തുണ്ടാവില്ല. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് അഡോളസൻസ്. നിങ്ങൾ പേരൻസ് ഒന്ന് കണ്ടിരിക്കണം. അപ്പോൾ അതിൽ ആ ഒരു ആൺകുട്ടി, ചെറിയ കുട്ടി ആ ഒരു കൾച്ചറിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ കുട്ടിയും ഏറെ ആകർഷിക്കപ്പെടാൻ സാധ്യതയുള്ളൊരു കൾച്ചറാണ് ഇൻസെൽ കൾച്ചർ എന്ന് പറയുന്നത്. ചിലപ്പോൾ അവനും ഉണ്ടാവില്ല ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ. ഏതെങ്കിലും ഒരു പെൺകുട്ടിയാവും പ്രപ്പോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റു പെൺകുട്ടിയാവും പ്രപ്പോസ് ചെയ്യുന്നു. പക്ഷെ അവന് റിജക്ഷൻ ആയിരിക്കാം കിട്ടുന്നത്. പക്ഷെ അവൻ്റെ ക്ലാസ്സിലുള്ള ചില ആളുകൾക്ക് അവൻ ആഗ്രഹിച്ച ഒരു പെൺകുട്ടിയുമായിട്ട് ബന്ധം സാധ്യമാവുന്നു. അതൊക്കെ അവനെ നിരാശയിലേക്ക് തള്ളിയിടാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് കുറേ അഭിഷേക് മോയന്തുകളൊക്കെ വന്നിട്ട് ഓരോരോ കോൺസെപ്റ്റൊക്കെ ഉമ്മാരിലേക്ക് ഇട്ട് കൊടുക്കും. അതുങ്ങളൊക്കെ അതിൽ അട്രാക്റ്റഡ് ആവും. എടാ പോടാ, ചുമ്മാ ഒരുമാതിരി നിരാശയായിട്ട് ജീവിക്കാതെ പോസിറ്റീവായിട്ട് ജീവിക്കടാ, വല്ല കുടുംബവും പുള്ളോട്ടി പരാധീനങ്ങളും ഒക്കെ ആയിട്ടൊക്കെ ട്രൈ ചെയ്യുക. നീ ഒരു ഇൻസലാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിനക്ക് അതിന് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നീ സിംഗിളായിട്ട് അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുക. എന്തിനാണ് ആ ബാക്കിയുള്ള ആൾക്കാരെ ഉപദ്രവിക്കാൻ വേണ്ടി പോകുന്നത്? ആളുകൾ അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചോട്ടെ. ഓരോരോ പാഴന്മാർ. ലവൻ്റെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, ഒരു മലങ്കലത്തെ സിനിമ. അത് വെച്ചിട്ട് നിന്നെ ഇപ്പോൾ ആൾക്കാർ ട്രോൾ ചെയ്യുന്നത് നീ കണ്ടോ? ആ പാവം മാധവ് സുരേഷ് രക്ഷപ്പെടട്ടെ നീ കാരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും നന്ദി.